ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഇതിൻ്റെ കട്ടിങ് വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനെല്ലാം കട്ട് ചെയ്ത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരോ ഭാഗങ്ങളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിൻ്റെ താഴ്ഭാഗമാണ്. സ്കേർട്ടിൻ്റെ പോർഷനാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. രണ്ടെണ്ണം ഉണ്ട്, 2 പീസുണ്ട്. ഒരു പീസ് ഫ്രണ്ടിലേക്കും ഒന്ന് ബാക്കിലേക്കുമായിട്ടാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കുക. ഒരുപാട് തിക്കായിട്ട് പ്ലീറ്റ് ഇടാൻ തുണി ഉണ്ടായിരിക്കില്ല, അതുകൊണ്ട് ചെറുതായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പ്ലീറ്റ് ഇടാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടതിന് ശേഷം ഒറ്റ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ 2 സൈഡിലും പിടിച്ച് വലിച്ച് ചെറുതായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ആ രീതിയിലും ചെയ്യാം. എങ്ങനെ ചെയ്താലും നമ്മുടെ ഈ ഒരു യോക്ക് പോർഷൻ്റെ താഴ്ഭാഗത്തിൻ്റെ വിഡ്ത്തിന് കറക്റ്റായിരിക്കണം. താഴ്ഭാഗത്ത് ആ ഒരു വിട്ടുണ്ടല്ലോ, അതിന് കറക്റ്റായിട്ടുള്ള രീതിയിൽ വരണം. ഈ രീതിയിൽ വന്നാലാണ് നമുക്കത് റെഡിയാവുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇതിൻ്റെ വള്ളിയാണ് കേട്ടോ. അപ്പോൾ ഒരു 25 ഇഞ്ച് ലെങ്ത്തിലും ഒരു 4 ഇഞ്ച് വിഡ്ത്തിലുമുള്ള ഒരു പീസ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് തിരിച്ചിട്ടെടുക്കണം. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ 2 പീസായിട്ടാണ് കിട്ടിയേക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്ത് വയ്ക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഒറ്റ പീസായിട്ട് കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. ഇത് തുണി കുറവായതുകൊണ്ടാണ് ഈ 2 പീസായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 1/4 ഇഞ്ച് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ടൊന്ന് പതിച്ചടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു എൻഡിൽ നിന്ന് ഒരു 3 ഇഞ്ച് മാറ്റിയതിന് ശേഷം ഫുള്ളായിട്ട് പ്ലേറ്റ് ഇട്ടെടുക്കാം. ഞാനിപ്പോൾ താഴ്ഭാഗമാണ് പ്ലേറ്റ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ ആ എൻഡിലേക്ക് എത്തുമ്പോഴേക്കും കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നിർത്തുക. മൊത്തത്തിൽ പ്ലേറ്റ് ഇടാതെ കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നിർത്തുക. അതുപോലെ തന്നെ മുകൾ ഭാഗത്തും പ്ലീറ്റ് ഇട്ടെടുക്കുക. നമുക്ക് താഴെ ഇട്ട പ്ലീറ്റ് ഏത് ഡയറക്ഷനിലേക്കാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വേണം മുകളിലിടാനായിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു പഫ് നല്ല രീതിയിൽ ഇങ്ങനെ ബലൂൺ കണക്ക് നിൽക്കത്തുള്ളൂ. അപ്പോൾ രണ്ടും 2 ഡയറക്ഷനിലേക്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഒരു പടി വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ പടി വയ്ക്കുന്നതിനായിട്ട് 2 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് എടുത്തിട്ട് നമുക്ക് സ്ലീവിൻ്റെ ചീത്ത വശത്ത് വെച്ച് കൊടുക്കണം. ആ പീസിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ ചീത്ത വശവും ഒരുമിച്ച് വരത്തക്കവണ്ണം വെച്ചതിന് ശേഷം 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അടിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പതിച്ചും കൂടെ അടിക്കാം. അതിന് ശേഷം നമുക്ക് എക്സ്ട്രാ നീണ്ടു നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് ആദ്യം മടക്കുക. അതിന് ശേഷം ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ച് നമ്മളിപ്പോൾ സ്റ്റിച്ച് കൊടുത്തില്ലേ, ആ കൊടുത്തതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കുക. ഫുള്ളായിട്ടൊന്ന് പതിച്ചടിച്ചെടുക്കണം. അപ്പം നമ്മൾ ചീത്ത വശത്ത് വെച്ച് നല്ല വശത്തേക്കാണ് ഇപ്പോൾ പതിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലാണ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ നല്ല പഫി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് സ്ലീവ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേ സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ പഫ് സ്ലീവൊക്കെ ചെയ്യുന്നതിന് തുണി കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ പഫ് സ്ലീവ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ തുണിയുടെ അളവ് കൂട്ടി മേടിക്കുക കേട്ടോ. ഇനി നമുക്ക് ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം നെക്കിൽ വയ്ക്കാനുള്ള പീസാണിത്. ആ പീസ് നമ്മൾ സൈഡൊന്ന് മടക്കി അടിച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് എടുത്ത് വയ്ക്കുക. ഫ്രണ്ട് പീസിൻ്റെ സെൻറ്ററും ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇതാണ് ഫ്രണ്ട് പീസ്. ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ ഈ ഒരു പീസിൻ്റെ സെൻറ്ററും ഈ ഫ്രണ്ട് പീസിൻ്റെ സെൻറ്ററും ഒരേപോലെ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെൻറ്ററിൽ നിന്ന് അടിച്ചു തുടങ്ങാം. 2 സൈഡിലേക്കും അടിച്ചു തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ഈ സൈഡിൽ നിന്നാണ് അടിച്ചു തുടങ്ങുന്നത്. അപ്പോൾ സെൻറ്റർ വരുമ്പോൾ ഒരേപോലെ ആണോ എന്ന് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി വെച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ സ്ലീവിന് ചെറിയ ഒരു ചെരിവ് വരും. അപ്പോൾ ഇങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പതിച്ചും കൂടെ അടിച്ചെടുക്കാം കേട്ടോ.
ഞാൻ പതിച്ചും അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ പണി കഴിഞ്ഞ് ഇനി ബാക്ക് പീസാണ് കേട്ടോ. ബാക്ക് പീസിൽ നമ്മൾ സിബ്ബാണ് വയ്ക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ബാക്ക് പീസ് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുവാണല്ലോ. അപ്പോൾ ഓരോ സെപ്പറേറ്റ് പീസായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഓരോ സെപ്പറേറ്റ് പീസിനും രണ്ട് ചെറിയ പീസുകൾ ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം കഴുത്തേൽ വെച്ച് അടിച്ച് ഉള്ളിലേക്ക് മറിച്ചിടേണ്ടതാണ്. നമ്മൾ ഫ്രണ്ട് പീസിൽ വെച്ചില്ലേ അതുപോലെ തന്നെയാണ് ബാക്ക് പീസിലും വയ്ക്കുന്നത്. ഞാനിപ്പോൾ കഴുത്തേലേക്ക് വെച്ചിട്ട് അടിക്കുന്നുണ്ട്. ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം അടിക്കുക. അപ്പോൾ രണ്ട് പീസുകളും നമ്മൾ ഒപ്പം വെച്ചിട്ട് ഇതിങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാതിരിക്കാനാണ്. ഒപ്പം വെച്ചിട്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ കഴുത്തൊക്കെ തയ്ക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ കട്ടിട്ട് കൊടുക്കണം. എന്നാലാട്ടോ നല്ല രീതിയിൽ തിരിഞ്ഞ് വരത്തുള്ളൂ. അല്ലെങ്കിൽ തിരിഞ്ഞ് വരില്ല. റൗണ്ടിലുള്ള എന്ത് സംഭവമായാലും ഇതുപോലെ കട്ടിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതൊന്ന് പതിച്ചും കൂടെ നമുക്ക് അടിച്ചു കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്തെടുക്കുക. ഏത് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനൊന്ന് ഉള്ളിലേക്ക് വെച്ച് നോക്കുകയാണ് കറക്റ്റാണോ എന്നുള്ളത്. അതിന് ശേഷം നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഹെമ്മിങ് ചെയ്യാൻ കഴിയില്ലാത്തത് കൊണ്ട് അതൊന്ന് പതിച്ചടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഉള്ളിൽ നിന്ന്. നമുക്ക് ഇത്രയും വീതി വേണ്ടെങ്കിൽ വീതി കുറച്ച് വേണമെങ്കിലും ആ ഒരു പീസ് എടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ടും ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. കാരണം അത് കറക്റ്റായിട്ട് കഴുത്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ കറക്റ്റായിട്ട് വരുന്ന പോലെ കാണാറുണ്ട്. പക്ഷേ ഇതുപോലത്തെ പീസ് വെച്ചാൽ നെക്ക് നല്ല പതിഞ്ഞിരുന്നോളും. അപ്പോൾ രണ്ട് നെക്കിൻ്റെ ആ ഒരു പോർഷന് ഒരേപോലെ വെച്ചതിന് ശേഷം നമ്മൾ താഴ്ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഇഞ്ച് മുകളിലേക്ക് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സിബ്ബ് വയ്ക്കാനാണ്. അപ്പോൾ സിബ്ബ് വയ്ക്കുന്ന വീഡിയോ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കാരണം നമ്മളൊരു 2-3 മിനിറ്റും കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാകില്ല. അതുകൊണ്ടാണ് കാണിക്കാത്തത്. നമ്മുടെ കസ്റ്റമർ സിബ്ബ് വെച്ചാൽ മതി എന്ന് പറഞ്ഞ കാരണമാണ് സിബ്ബ് വെച്ചത്. അല്ലെങ്കിൽ ഞാൻ പടിയായിരുന്നു വയ്ക്കുള്ളൂ. അപ്പോൾ സിബ്ബ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴ്ഭാഗം ഒന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ സിബ്ബ് എവിടെയാണോ വെക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പോർഷനിലൊന്ന് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. രണ്ട് സൈഡിലേക്ക് അതൊന്ന് പതിപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കവിടെ സിബ്ബ് വയ്ക്കാം. തുണിയുടെ സെയിം കളറുള്ള സിബ്ബ് വയ്ക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാനിപ്പോൾ കറുപ്പാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. സെയിം കളറുള്ളത് കിട്ടിയില്ല. അതുകൊണ്ട് കറുപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേറെ പണിയൊന്നുമില്ല. നമുക്കതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യുക, സ്ലീവ് പിടിപ്പിക്കുക, താഴ്ഭാഗത്ത് ആ ഒരു സ്കേർട്ടിൻ്റെ പോർഷൻ ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് പിടിപ്പിക്കുക. ഇത്രയും പണിയുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ഫ്രോക്കുകൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങളുടെ വീട്ടിൽ പഴയ സാരിയോ അല്ലെങ്കിൽ ഷോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം. പഫ് സ്ലീവിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് സ്ലീവിൻ്റെ കാര്യം അധികം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. അപ്പോൾ നമ്മളെല്ലാം പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. സ്ലീവും അതുപോലെ താഴ്ഭാഗത്ത് സ്കേർട്ടും എല്ലാം പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സൈഡൊന്ന് ജോയിൻ ചെയ്യുകയാണ്. അങ്ങനെ ജോയിൻ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ബോഡി പാർട്ടും സ്കേർട്ടിൻ്റെ പോർഷനും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗത്തിന് ആ ജോയിൻറ്റ് വരുന്ന ഭാഗമുണ്ടല്ലോ അവിടെ എത്തുമ്പോൾ ഈ ഒരു പീസൊന്ന് പൊക്കിയതിന് ശേഷം നമ്മുടെ വള്ളി അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ വള്ളിയുടെ എൻഡ് ഭാഗമാണ് നമ്മുടെ ആ ഒരു സ്റ്റിച്ച് പോകുന്നതിൻ്റെ താഴെയായിട്ട് വരേണ്ടത്. അപ്പോൾ നമ്മൾ 2 സ്റ്റിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പുറത്തേക്കൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ 2ഓ 3ഓ സ്റ്റിച്ചൊക്കെ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു സൈഡ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രോക്കാണിത്. നിങ്ങൾക്ക് നൈറ്റിയുടെ തുണിയൊക്കെ ബിറ്റായിട്ട് മേടിക്കാൻ കിട്ടുമല്ലോ. അങ്ങനെയുള്ള നൈറ്റി ബിറ്റൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു ഫ്രോക്ക്
സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല പ്ലീറ്റൊക്കെ ഇട്ട് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നൈറ്റിയുടെ ബിറ്റെന്ന് പറയുമ്പോൾ 2.90 3 മീറ്റർ 3.20 വരുന്നുണ്ടല്ലോ. അപ്പം വലിയ കുട്ടികളാണെങ്കിൽ 3.20 മേടിക്കുക. അതല്ലെങ്കിൽ 2.90 നോർമൽ നൈറ്റി ബിറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇതുപോലൊരു ഫ്രോക്ക് തയ്ക്കാം. അല്ലെങ്കിൽ ഇതുപോലത്തെ 1 മീറ്റർ തുണിക്ക് ഒക്കെ 150 ആ ഒരു റേഞ്ചിലൊക്കെ വിലയാവും. പക്ഷേ നൈറ്റി ബിറ്റാണെങ്കിൽ നമുക്കൊരു 180 അല്ലെങ്കിൽ 170, ഏറ്റവും കൂടി പോയാൽ ഒരു 200 രൂപ, അതിൽ കൂടുതൽ വരില്ല. 3 മീറ്റർ തുണിയും നമുക്ക് കിട്ടും. അപ്പോൾ കൂടുതൽ ലാഭം അതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇതിൻ്റെ താഴ്ഭാഗവും കൂടെ മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രോക്കിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഇതൊന്നുമില്ല. ഒരു 3 ബട്ടൺസ് വെച്ചിട്ടുണ്ട്. പഫ് സ്ലീവാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.